ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ വീഡിയോ ആണ്. തമ്മിലയിലൊക്കെ ആണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് 31-ാം തീയതി എല്ലാവരും മീറ്റ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ 1-ാം തീയതി നമ്മൾ കൂടണമൊന്നുമില്ല, 31-ാം തീയതി കൂടി നമുക്ക് 1-ാം തീയതി പുതിയ റെസൊല്യൂഷൻസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 പേര് കൂടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് അവൾക്ക് വയ്യായിരുന്നു, അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഒന്നുകൂടി ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു മാളിൽ തന്നെ കേട്ടോ വന്നത്. ഞാൻ കുറച്ച് നേരത്തെ എത്തി, അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് പ്രണവ് ആൻഡ് സുജേഷ്. നിങ്ങൾക്ക് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കേക്ക് ഡ്രീം കേക്കാട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം എവിടെ നോക്കിയാലും ഡ്രീം കേക്ക് തന്നെയായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ മുന്നേ അച്ഛൻ്റെ പിറന്നാളിന് മറ്റേ കേക്കൊക്കെ മുറിച്ചുകൊണ്ട് അത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് പോയി. അപ്പം ഞാൻ 5 ലെയർ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. 5 ലെയർ എന്നൊക്കെയാണല്ലോ പറയൽ. അപ്പോൾ 5 ലെയർ മൊത്തമായിട്ട് വായിലേക്ക് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഫസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി നമ്മളെ സ്പോഞ്ചാണ് കിട്ടിയത്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അതാണ് കിട്ടിയത്. പക്ഷേ മൊത്തമായിട്ട് വായിൽ വെച്ചപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഒരു ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഓവറായിട്ട് ഷുഗറൊന്നുമില്ല. അപ്പോൾ നമുക്കങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ തോന്നും. പിന്നെ നമ്മളധികം ഷുഗർ കഴിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ബാക്കി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ കുറേ ആയിട്ട് ഡ്രീം കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിരുന്നു, അത് വന്നു. പിന്നെ സച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. സച്ചി ദുബായിലാണ്, എൻ്റെ രാഹുലും ദുബായിലാണ്. അപ്പോൾ രാഹുലാണ് നമുക്ക് ഇന്ന് കേക്ക് സ്പോൺസർ ചെയ്ത ആൾ. സച്ചി നമുക്ക് ഫുഡൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള മാൾ തന്നെയാണ്, യാറാ മാൾ എന്ന് പറയും. പക്ഷേ ഫുഡ് കോർട്ടിൽ അന്ന് ഫുഡൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താഴെ കുറച്ച് ഫുഡിൻ്റെ സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. 3 പേർക്കും ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ 65, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്പോട്ടിൽ കുറേ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ വന്നിട്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മൈൽഡായിട്ടുള്ള മസാലയാണ്, ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. പക്ഷേ അവിടുത്തെ റൈസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ ഒട്ടി ഉള്ള റൈസായിരുന്നു, ഇങ്ങനെ വിട്ട് നിൽക്കുന്നില്ല. ഓവറായിട്ട് കുക്ക് ചെയ്ത റൈസ് പോലെ തോന്നി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആദ്യം വാങ്ങാൻ വിചാരിച്ചു. എനിക്കിപ്പോൾ ഭയങ്കര ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഓറഞ്ചാണ് വാങ്ങുന്നത്. ഓൾറെഡി അമ്മ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറഞ്ചിൻ്റെ സീസണാണല്ലോ, അപ്പോൾ നല്ല ഓറഞ്ച് കിട്ടും. അപ്പോൾ ഞാൻ നോക്കി എടുക്കുകയാണ്. ചിലതിനൊക്കെ ഇങ്ങനെ ചളുക്ക് ഒക്കെ ഉണ്ട്, അതേപോലെ ചിലതിന് ഓട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി നല്ലതെടുക്കാൻ എന്നെ പ്രണവ് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നട്ട്സിൻ്റെ ഭാഗത്തേക്കിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് നട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ അധികം കുറച്ച് മേടിച്ച് വയ്ക്കും. കുറച്ച് 100, 50 ഗ്രാം, 100 ഗ്രാം അങ്ങനെയൊക്കെ മേടിച്ച് വയ്ക്കും. കുറച്ച് ഈത്തപ്പഴം കൂടി വാങ്ങി നമ്മൾ ബില്ല് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നാൽ തന്നെ എനിക്ക് ബസ് കിട്ടും. അപ്പം ഞാൻ എൻ്റെ ബസ്സിൻ്റെ ടൈം ആയപ്പോൾ എന്നെ പ്രണു ആക്കി തന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അമ്മയുടെ കൂട്ടുകാർക്കൊക്കെ വിളിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പൊന്നൂസൊക്കെ ഉണ്ട്, അനു ഉണ്ടായിരുന്നു, കണ്ണുണ്ടായിരുന്നു, ശ്രീകുട്ടി ഉണ്ടായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. 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 ഈ കുട്ടി എന്താ പറയാത്തെ? എല്ലാ കൊല്ലത്തെയും പോലെ ഉറക്കൊഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കേണ്ടെന്ന് വിചാരിച്ചു. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാമല്ലോ. അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങി.
ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊരു 5 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. മെഡിറ്റേഷനും യോഗയൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് ചെയ്തു. ഞാൻ എണീറ്റപ്പോൾ ചന്ദ്രൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു സൺറൈസ് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഡേ സൺറൈസ് കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റത്. പക്ഷെ നമ്മളെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെളുക്കാൻ ടൈം എടുത്തു. ഞാൻ ആ പരിപാടി കഴിഞ്ഞ് വേഗം വന്ന് കിടന്നുറങ്ങി. അവിടെ ഞാൻ പോകുന്ന ശേഷമാണ് അവിടെ ശരിക്കും പരിപാടിയൊക്കെ സ്റ്റാർട്ടായത്. കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 12 മണിക്ക് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ടൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് നല്ല എനർജിയിൽ എണീക്കാൻ പറ്റും. ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യാറ്. വീട്ടിലുള്ളൊരു മാറ്റാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ മാറ്റ് വാങ്ങിയിട്ടുണ്ട്. യോഗ ചെയ്യുന്നവരാണെങ്കിൽ ശവാസനം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജാനുവരി 1. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ. കിളികളും കാക്കകളും കോഴികളും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായുണ്ട്. പക്ഷെ രസമാണ് രാവിലെ അവരുടെയൊക്കെ ഒരു സൗണ്ട് കേൾക്കാൻ. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ നിങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയറൊക്കെ എങ്ങനെ ആയിരുന്നു? കുറേ പേർക്ക് റെസൊല്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക. അതിനുവേണ്ടി കുറച്ച് എഫേർട്ടൊക്കെ എടുക്കുക. കുറച്ച് നാൾ മാത്രം ഫോളോ ചെയ്താൽ പോരാ. നമ്മൾ ഹെൽത്തിനും മൈൻഡിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമുക്ക് സെൽഫ് ലവ് കുറച്ച് കൂട്ടാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാവരും നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സൂര്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ലൈറ്റൊക്കെ വന്നു, പക്ഷേ സൂര്യൻ വന്നിട്ടില്ല. അപ്പോൾ സൂര്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. ഒരു 5 മണി കഴിഞ്ഞു. 5:15 ആകുമ്പോൾ ഞാൻ അലാറം വെച്ച് എണീറ്റു. പക്ഷേ സൂര്യ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. ഇവിടെ രാത്രി ഭയങ്കര 12 മണിയായപ്പോൾ ഭയങ്കര വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ എണീറ്റില്ല കേട്ടോ. എണീറ്റാൽ പിന്നെ നമ്മൾ ആ ഒരു ഉണർന്ന് പോവും. പിന്നെ നമുക്ക് ഉറക്കം കിട്ടാൻ കുറച്ച് പണിയാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കണം എന്നായിരുന്നു പ്ലാൻ. പിന്നെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ കിടന്നു. ഇനിയും അതിലും കുറച്ച് നേരത്തെ കിടക്കണം. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കണം എന്നാണ് ഇപ്പം എൻ്റെ മെയിൻ ഒരു ഗോളായിട്ടുള്ളത്. പക്ഷേ നേരത്തെ എണീറ്റാൽ ഒരു രസമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് എല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ഇടയ്ക്കൊക്കെ എണീക്കാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് മടി പിടിച്ച് കിടക്കാറുണ്ട്. സോ മടി ഒന്ന് ഒഴിവാക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഗോൾ. അപ്പോൾ എന്താണ് ഗൈസ്, നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. നമുക്ക് കുറച്ച് ഷുഗേഴ്സൊക്കെ ഒഴിവാക്കണം, നല്ലതാണ്. ഷുഗേഴ്സ് അല്ല, വൈറ്റ് ഷുഗറൊക്കെ ഒഴിവാക്കണം, നല്ലതാണ്. എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. കുറച്ച് സമയം എടുക്കും, നമ്മൾ സംസാരിച്ച് തുടങ്ങണമല്ലോ. മോർണിംഗ് ഫ്രഷപ്പ് ആയപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഭയങ്കര നാച്ചുറൽ. ഇവിടെ ഭയങ്കര ഗ്രീനിഷാട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ ഇനി കുറച്ച് റണ്ണിങ്ങും വാക്കിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ടെറസിലാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും അവിടെ നിന്നാൽ എനിക്ക് സൺറൈസ് നല്ലപോലെ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പറമ്പുണ്ട്, ഒരു ഗ്രൗണ്ട് പോലെ. അപ്പോൾ അവിടെ ഞാൻ പോയി. അപ്പോൾ ഏതായാലും റണ്ണിങ്ങും വാക്കിങ്ങൊക്കെ ഞാൻ അവിടെ തന്നെ ചെയ്തു. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു.
എന്നിട്ടാണ് സൂര്യൻ വന്നത്. അപ്പോഴൊന്നും അതിന് മുന്നൊന്നും ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിഷ്വൽസ് കാണിച്ചു തരാം. നൈസാട്ടോ, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് ഗൈസ്, അപ്പോൾ 2024 ആദ്യത്തെ സൺറൈസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സണ്ണിൻ ഉദിക്കാനുള്ളൊരു തയ്യാറെടുപ്പൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7:45 8 മണിയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉദിക്കാൻ തുടങ്ങിയിട്ടോ. പക്ഷെ അപ്പം മേഘം വന്ന് മൂടും, വീണ്ടും അത് പോവും, പിന്നെയും ഒന്ന് ഉദിക്കാൻ നോക്കുമ്പോൾ മേഘം വന്ന് മൂടും. അങ്ങനെ 4-5 പ്രാവശ്യം മേഘം വന്ന് മൂടുക, സൂര്യൻ ഇതാവുക. അങ്ങനെ പിന്നെ ലാസ്റ്റായിട്ടോ സൂര്യൻ ഉദിച്ചത്. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് ഒന്ന് സൂര്യൻ ഉദിച്ചത്. ഒന്ന് സൂര്യൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ഇവിടെ മൊത്തമായത്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, നമ്മൾ ലൈഫ് ഇതേപോലെ അല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര തടസ്സങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണോ. പക്ഷേ എനിക്ക് ഭയങ്കര അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായിട്ടോ. ഓരോ ടൈമും ആ മേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ എനിക്ക് ശരിക്കും നമ്മളെ സിനിമയിലൊക്കെ ഇങ്ങനെ ഓരോ ബീജം വെച്ചിട്ട് നടന്മാരൊക്കെ ഇങ്ങനെ വരില്ലേ, അതേപോലെ ഒരു ഹീറോ ഒക്കെ വരുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം അതിങ്ങനെ വീണ്ടും മൂടും, വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉദിക്കും. അപ്പോൾ നമ്മളെന്താ, എനിക്കിപ്പോൾ ഇതെന്ന് മനസ്സിലായത്, നമ്മളെ ലൈഫിൽ കുറേ പ്രതിസന്ധികൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രതിസന്ധികളൊന്നും നമ്മളെ ഏൽക്കില്ല. അത് നമുക്ക് കാണാം. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ കുറേ മേഘങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും സൂര്യൻ്റെ ലൈറ്റിനെ ബാധിക്കുന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്നും അവരുടെ ലൈറ്റൊന്നും മങ്ങുന്നല്ല, സൂര്യൻ്റെ ലൈറ്റൊന്നും മങ്ങുന്നില്ല. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. കുറേ പ്രതിസന്ധികൾ വരും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളായി മാറും. അപ്പോൾ ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നേരം, ഞാനൊരു 5:30 തൊട്ടിട്ട് ഞാൻ സൂര്യനെ നോക്കിയിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ സൂര്യൻ വന്നില്ല. ഇപ്പോഴാണ് സൂര്യൻ എത്തിയത്. എത്തവണ ഭയങ്കര രസമാട്ടോ. ഞാൻ എണീറ്റപ്പോൾ ചന്ദ്രൻ ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ ചന്ദ്രന് പോകാൻ താല്പര്യമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ സൂര്യൻ വരാനും ലേറ്റായി. അപ്പം ഭയങ്കര അടിപൊളി ദിവസമാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നും കൂടി. എല്ലാവരുടെ ലൈഫിലും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഞാനിങ്ങനെ ഓൺ വോയിസ് ചെയ്തിട്ട് കുറേ ദിവസമായി. അതാണ്ട് ചെറിയൊരു ഫോണിൽ നോക്കുമ്പോൾ ചെറിയൊരു തപ്പിപ്പിടുത്തുണ്ട്. പക്ഷെ ഇല്ല, നമ്മൾ ശരിയാക്കി എടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് ഇതൊക്കെ പൊട്ടിച്ചിരുന്നു. അപ്പോൾ ഫോണിൽ എത്രമാത്രം എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കണ്ണിന് കാണാൻ പറ്റുന്ന അത്രയൊക്കെ ഫോണിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ചിലതൊക്കെ നമ്മൾ കണ്ട് അറിയേണ്ട സാധനങ്ങളല്ലേ. ഫോണിൽ കുറച്ചൊക്കെ നമുക്ക് അത് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇടാം കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇടാം. കാരണം എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കെല്ലാവർക്കും ഓരോന്നിലും നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പഠിക്കുമെന്ന് പറയുന്ന പോലെ ലൈഫിൽ ഇൻസ്പിറേഷൻ വരുന്ന പല നിമിഷങ്ങളുണ്ട്. അതാണ് എല്ലാവർക്കും എല്ലാവരുടെ ഡ്രീമിലും ലക്ഷ്യത്തിലും എത്താൻ പറ്റും. അതിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ലൈഫിൽ അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. അത് നമ്മളുടെ മാത്രം ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. ബൈ ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹലോ, അപ്പോൾ നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ചിയ പുഡിംഗ് ആണ് വിത്ത് ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സായിട്ട് നമുക്കിപ്പോൾ റോബസ്റ്റിൻ്റെ പഴം,
പിന്നെന്താ സ്ട്രോബെറി ഉള്ളൂ. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഞാൻ ഇതിൽ യൂസ് ചെയ്യാറില്ല. വേറെ നമ്മൾ ആപ്പിളൊന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനത്തെ ഒരു ജാറിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ചിയ പുഡിങ് ഓൾറെഡി നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലാണ് സോക്ക് ചെയ്തത്. അല്ലാത്ത നമ്മൾ എണീക്കുമ്പോൾ സോക്ക് ചെയ്താലും മതി. അത് പെട്ടെന്ന് ആയി കിട്ടും, ഒരു ജെല്ലി പോലെ ആയി കിട്ടും. അപ്പം കഴിക്കാനും ടേസ്റ്റാണ്. അറിയുന്നില്ലേ നമ്മളിങ്ങനെ കഴിച്ചു പോണത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് പഴവും അതേപോലെ സ്ട്രോബെറിയാണ്. ഇതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓറഞ്ച് ഞാൻ ഇടാറില്ല. അപ്പോൾ കസ്കസ് ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഞാൻ വെള്ളത്തിലാട്ടോ സോക്ക് ചെയ്തത്. പാലിലാണെങ്കിലും നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. പാലിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും തലേദിവസം സോക്ക് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ കുറച്ച് നേരം മുന്നേ സോക്ക് ചെയ്താലും മതി. അപ്പം ഞാൻ ഇവിടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സോയ ആയാലും ആൽമണ്ട് ആയാലും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് പാൽ ചേർത്താൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ റോബസ്റ്റിൻ്റെ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ആപ്പിളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബനാനയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് റെക്കോർഡായതിന് ശേഷമാണ് ഞാൻ ലൈറ്റ് ഓവറായത് ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് നോർമൽ ബനാനേക്കാളും ഇഷ്ടം റോബസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ. അത് ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഞാൻ ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. പിന്നെ നമ്മൾ സ്ട്രോബെറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നപ്പോൾ ഞാൻ കുറച്ച് വെക്കാൻ ശ്രമിച്ചതാണ്. കുറച്ചൊക്കെ പറ്റി, കുറച്ചൊന്നും പറ്റിയില്ല. അപ്പോൾ കുറേയും കൂടി ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകാൻ നൈസായിട്ട് പറ്റിയിരുന്നു. ഇത് ഫ്രൂട്ട്സ് കുറവായതുകൊണ്ടാവും അധികം കൊണ്ട് വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സീഡ്സും ഉണ്ടായിരുന്നു, അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, വാൾനട്ട്, പിന്നെ നമ്മൾ പംകിൻ സീഡും ഉണ്ടായിരുന്നു, അതുപോലെ സൺഫ്ലവർ സീഡും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ ഫൈനൽ. പിന്നെ ഈത്തപ്പഴം ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മധുരത്തിന് ചേർക്കുന്നുണ്ട്. വേണ്ടവരാണെങ്കിൽ ഇനി തേനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്റെ അമ്മയ്ക്ക് ഞാൻ എന്തുണ്ടാക്കിയാലും അപ്പം വേണം. അപ്പൊ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കാണിച്ചത്. ഇപ്പൊ ടൈമൊന്നും ഇല്ലാത്തവർ അത് ട്രൈ ചെയ്യുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. കോഴി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാണ്. ഇനി ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ബൈ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.